ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചിയ പുഡിംഗ് ആണ്. ഓവർനൈറ്റ് ചിയ പുഡിംഗ്. അപ്പോൾ നമുക്ക് ചിയ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇപ്പോൾ സമയം ഷാർപ്പ് 8:05 ആയിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങുക സ്കബ്. അപ്പം ഞാൻ എന്താ ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആണ് എടുത്തത്. ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സോ ട്രാൻസ്പെറൻറ്റ് ഡെപ്പ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് നമ്മൾ പ്രീമിയം ചിയ സീഡ്സ് ആണ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തുറക്കാം. തുറന്നിട്ടുണ്ട്. ചിയ സീഡ് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനകത്തോട്ട് എനിക്ക് വേണ്ടത്ര ചിയ സീഡ്സ് ഒരു 2 സ്പൂൺ ചിയ സീഡ്സ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഗൈസ് ഹണിയാണ്. കുറച്ച് ഹണി ആഡ് ചെയ്യാം. ഈ ഹണി ആഡ് ചെയ്തൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം തന്നെ ഇച്ചിരി ഹണി ഓവറായിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ഹണി ആഡ് ചെയ്തു. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു രീതി നമുക്ക് കിട്ടുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു തിക്കായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മിൽക്ക് ആഡ് ചെയ്യാം. ഗൈസ് പോയി നാച്ചുറലാണ്. നമ്മൾ മിൽക്ക് എപ്പോൾ എടുത്താലും മിൽക്ക് ഇങ്ങനെ താഴെ പോകുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ് നമ്മളിതാ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇതിനകത്ത് മുഴുവൻ എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷേ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് തോന്നിയുകൊണ്ട് നമ്മൾ മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ഇതാ ഇത്രയും വെച്ച് നമ്മൾ നിർത്തുകയാണ്. ഇത് കുറച്ചുകൂടെ ചിയ സീഡ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ തിക്കായിട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഇത്രയും കൊണ്ട് നിർത്തുന്നില്ല, കുറച്ചുകൂടെ ആഡ് ചെയ്യാം ഗൈസ്. ഒരു 2.5 ടേബിൾ സ്പൂൺ ചിയ സീഡ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം ഗൈസ്. നമുക്ക് ക്യാമറ കുറച്ച് നമുക്ക് പിടിക്കാം. ഗോൾഡൻ സ്പൂണിൻ്റെ ഹാഫ് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. കുഴപ്പമില്ലായിരിക്കും. ഇത് ഞാൻ മാത്രമല്ല കഴിക്കുന്നത്, എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കും. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാനും എന്നോട് ഷെയർ ചെയ്ത് കഴിക്കുന്നതാണ് ഗൈസ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് നമ്മുടെ ഇതാ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം തന്നെ ചിയസിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൻ്റെ അതുകൊണ്ട് വെക്കാം. മലയാളികളുടെ അതിൽ തട്ടിച്ച് ശരിയായില്ല. നമ്മുടെ സംഭവം ഇത്രയായിട്ടുണ്ട്. നമുക്കുള്ള ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റി വെക്കാം. അപ്പോൾ എഡിറ്റിങ്ങിന് എന്തെങ്കിലും ഇപ്രാവശ്യം പ്രോബ്ലം ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കഴിക്കുന്നതിൻ്റെ വീഡിയോ നാളെ മോർണിംഗ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുള്ളൂ. ബാക്കി ഞങ്ങൾ നാളെ മോർണിംഗ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് തരാം ഗൈസ്. ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് വന്നു. അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ഗൈസ്. ഇവിടെ ക്ഷമിക്കുക, ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് കഴിക്കുന്നതിൻ്റെ വീഡിയോ നാളെ രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നേക്ക് അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ, സീ യു.